വടകര മേഖലയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ സർവീസ് റോഡ് അടിയന്തരമായി നവീകരിക്കാൻ സർക്കാർ ഇടപെടണമെന്നും വികസനത്തിന് തടസ്സം നിൽക്കുന്ന നഗരത്തിലെ അനധികൃത പാർക്കിംഗ് മാറ്റണമെന്നും കെ രമ MLA പറഞ്ഞു. വടകര ഡെവലപ്മെന്റ് ഫോറം നേതൃത്വത്തിൽ റൂറൽ SP ഓഫീസ് മുതൽ കൈനാട്ടി വരെ സർവീസ് റോഡ് നവീകരിച്ച് ഗതാഗതം സുഗമമാക്കുക, മാർക്കറ്റ് റോഡ്, JT റോഡ്, മെയിൻ റോഡ് എന്നിവിടങ്ങളിലെ അനധികൃത പാർക്കിംഗും ഗതാഗതക്കുരുക്കും ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു കെ രമ MLA. സർവീസ് റോഡ് ക്ലിയർ ആക്കുക, സർവീസ് റോഡ് യാത്രായോഗ്യമാക്കുക, എന്നിട്ട് പണിയെടുക്കുക എന്നുള്ളത് നമ്മൾ നിരവധി തവണ അവരോട് ആവശ്യപ്പെട്ടതാണ്. കഴിഞ്ഞ ഒരു 3 മാസങ്ങൾക്ക് മുന്നേ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് നമ്മൾ മുന്നറിയിപ്പ് നൽകിയതാണ്. മഴയ്ക്ക് മുന്നേ സർവീസ് റോഡ് ക്ലിയർ ആക്കണം. ആ സർവീസ് റോഡ് ക്ലിയർ ആക്കാതെ നിന്ന് കഴിഞ്ഞാൽ യാത്രക്കാർക്ക് വലിയ ദുരന്തമുണ്ടാകും. അതുകൊണ്ട് മഴക്കാലമാണ് വരാൻ പോകുന്നത്. മഴക്കാലത്തിന് മുന്നേ അത് നടത്തണം, പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കളക്ടറോട് പറഞ്ഞു. കളക്ടറെ ബന്ധപ്പെട്ട അധികാരികളുടെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും ഒക്കെ മീറ്റിംഗ് വിളിച്ചു ചേർത്തു. അന്ന് പ്രോട്ടോക്കോളൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കില്ലായിരുന്നു. ഇലക്ഷൻ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ പഞ്ചായത്ത് അധികാരികളും തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെയും നാഷണൽ ഹൈവേയുടെ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുടെയും എല്ലാം യോഗം കളക്ടറേറ്റിൽ വെച്ച് കളക്ടർ യോഗം ചേർന്നു. ഇതിൻ്റെ എല്ലാം കർമ്മ പദ്ധതി തയ്യാറാക്കി ഓരോ സ്ഥലത്തും ചെയ്യേണ്ട വർക്കിനെ സംബന്ധിച്ച് അവർക്ക് നിർദ്ദേശം കൊടുത്തു. അത് പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ആ സർവീസ് റോഡ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കമ്പനിക്കാർ തയ്യാറായില്ല. നമ്മൾ നിയമസഭയിൽ ഈ കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ളതുൾപ്പെടെ ആവശ്യപ്പെട്ടതാണ്. കാരണം അത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം പിന്നീട് ഈ പല വർക്കുകളും നീങ്ങാത്തത് കൊണ്ട് നമുക്കറിയാം, സോയിൽ നെയിലിംഗ് എന്ന് പറഞ്ഞൊരു വർക്ക് തുടങ്ങി. ഒരു ശാസ്ത്രീയമായ പഠനം നടത്താതെ മതിൽ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം, മുക്കാളിയിലും മടപ്പള്ളിയും ഒക്കെ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോഴും അവിടെയൊക്കെയുള്ള വീട്ടുകാർ വാടക വീട്ടിൽ താമസിക്കുകയാണ്. പിന്നീട് അത് പൂർത്തിയാക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അത് ചെയ്തില്ല. വീണ്ടും അത് തന്നെ പണി തുടങ്ങാൻ വേണ്ടി പോയപ്പോൾ ശക്തമായ പ്രതിഷേധം ആരംഭിച്ചു. നിങ്ങൾക്ക് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ നെഞ്ചത്ത് കൂടി ഇത് കമ്പി കയറ്റേണ്ടി വരുമെന്ന് പറഞ്ഞ് അവിടെ പോയി നിന്ന് പണി തടസ്സപ്പെടുത്തി. പിന്നീടാണ് അവർ പറഞ്ഞ് അതിനകത്ത് കോൺക്രീറ്റ് വാൾ ഉപയോഗിച്ച് നിർമ്മിച്ചുകൊണ്ട് അത് സുരക്ഷിതമാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു ഭാഗം മുക്കാളിൽ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് ഭിത്തി കഴിഞ്ഞു, മറ്റു ഭാഗത്തേക്ക് പണി നടക്കുന്നു. ഇതൊന്നും സ്പീഡില്ല, ഇതൊന്നും വേഗത്തിലല്ല നടക്കുന്നത്. ഇതൊക്കെ അവർക്ക് തോന്നിയ പോലെ ഇങ്ങനെ നടത്തിക്കൊണ്ടുപോവുകയാണ്. ഇതാണ് ഇപ്പോൾ കാണുന്ന അവസ്ഥ. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണയിൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് E. നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു. CK വിജയൻ, വിനോദ് ചെറിയത്ത്, AP ഹരിദാസൻ, KN വിനോദ്, അഡ്വക്കേറ്റ് രാജൻ കായക്ക, K ബാലകൃഷ്ണൻ, VP രമേശൻ, V അസീസ്, TK രാംദാസ്, സെൽവ കുഞ്ഞമ്മദ്, A വിജയൻ, ഉഷസ് ഗോപാലൻ എന്നിവർ സംസാരിച്ചു.